റോഗേഷനിസ്റ്റ് സഭാംഗമായ വൈദികന്റെ ചിത്രരചനാ വൈഭവം ശ്രദ്ധേയമാകുന്നു. മാനന്തവാടി റോഗാത്തർ ഭവൻ സെമിനാരിയിൽ പ്രവർത്തിക്കുന്ന ഫാദർ വിമൽ കല്ലൂക്കാരനാണ് ചിത്രവൈവിധ്യം കൊണ്ട് അനേകരെ ആകർഷിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ ചിത്രങ്ങൾ രചിക്കാൻ ആരംഭിച്ച ഫാദർ വിമൽ ഇന്ന് നിരവധി ചിത്രങ്ങളാണ് വരച്ചു തീർത്തിരിക്കുന്നത്. വരച്ച ചിത്രങ്ങളിൽ ഏറെ ശ്രദ്ധേയമായത് യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ ചിത്രവും പുഞ്ചിരിക്കുന്ന ക്രിസ്തുവിന്റെ ചിത്രവുമാണ്. വളരെ അപ്രതീക്ഷിതമായാണ് താൻ ചിത്രരചനാ രംഗത്തേക്ക് വന്നതെന്ന് ഫാദർ വിമൽ കല്ലൂക്കാരൻ പറയുന്നു. തന്റെ ചിത്രരചനയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പിന്തുണയുമായി റോഗേഷനിസ്റ്റ് സഭാംഗങ്ങളും ഒപ്പമുണ്ടെന്നും ഫാദർ വിമൽ കൂട്ടിച്ചേർത്തു. ഇന്ന് വരയ്ക്കാനുള്ള എല്ലാവിധ പ്രോത്സാഹനവും സപ്പോർട്ടും പ്രാർത്ഥനയും എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ സഭാ സമൂഹമാണ്. റോഗേഷനിസ്റ്റ് ഓഫ് ദ ഹാർട്ട് ഓഫ് ജീസസിലെ എല്ലാ എൻ്റെ സഹോദര വൈദികരും എൻ്റെ വരയെ പിന്തുണയ്ക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ വരയ്ക്കുന്നതിനെ വിമർശിച്ചും പ്രോത്സാഹിപ്പിച്ചും അഭിനന്ദിച്ചും അവർ എന്നും എൻ്റെ കൂടെയുണ്ട്. വിദേശത്തുള്ള ഞങ്ങളുടെ മിഷണറി വൈദികരൊക്കെ അവധിക്ക് നാട്ടിൽ വരുമ്പോൾ അവർ നിശ്ചയമായിട്ടും എന്തെങ്കിലും ഒരു സാധനങ്ങൾ വരയ്ക്കാനായിട്ട് എനിക്ക് അവർ വാങ്ങിക്കൊണ്ടുവന്ന് സമ്മാനമായിട്ട് നൽകാറുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എനിക്ക് പറയാൻ പറ്റും, ഇന്ന് എൻ്റെ വര ജീവിതത്തിൽ എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ സഭാ സമൂഹമാണ്. റോഗേഷനിസ്റ്റ് ഓഫ് ദ ഹാർട്ട് ഓഫ് ജീസസ്. ചിത്രരചന ഗുരുമുഖത്ത് നിന്ന് അഭ്യസിച്ചിട്ടില്ലെങ്കിലും ജീവൻ തുടിക്കുന്നതാണ് ഫാദർ വിമലിന്റെ ചിത്രങ്ങൾ. കുട്ടിയായിരിക്കുമ്പോൾ നോട്ട്ബുക്കിന്റെ താളുകളിൽ തുടങ്ങിയതാണ് ചിത്രം വര. മുതിർന്നപ്പോൾ നിരന്തര പ്രയത്നത്തിലൂടെ പെൻസിൽ ഡ്രോയിങ്ങിലും ജലഛായ എണ്ണച്ചായത്തിലും തന്റെ കഴിവ് പ്രകടമാക്കുകയായിരുന്നു. ചെറുപ്പത്തിൽ വര പഠിക്കുവാനായി ഒത്തിരിയേറെ അലഞ്ഞിട്ടുണ്ടെന്നും അതിനാൽ വര പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഒരു സ്ഥാപനം തുടങ്ങാൻ ആഗ്രഹമുണ്ടെന്നും ഫാദർ വിമൽ പറയുന്നു. ഇന്ന് എനിക്കൊരു സ്വപ്നമുണ്ട്. വരയെപ്പറ്റി കുറച്ച് കൂടുതൽ അറിയാൻ വേണ്ടി പഠിക്കുവാൻ പോകാനുള്ളൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. അതിനെ തുടർന്ന് വര ആഗ്രഹിക്കുന്നവർക്കായി അല്ലെങ്കിൽ വരച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഒരു കുഞ്ഞ് സ്ഥാപനം തുടങ്ങുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്. കാരണം ചെറുപ്പത്തിൽ ഞാൻ വര പഠിക്കാനായിട്ട് ഒത്തിരിയേറെ അലഞ്ഞിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. വരയിലേക്ക് ഇൻട്രസ്റ്റ് കയറിയതിന് ശേഷം പക്ഷേ എനിക്കതിന് അവസരമുണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു, അന്ന് എനിക്കുണ്ടായിരുന്ന ആഗ്രഹം പോലെ തന്നെ ഒത്തിരിയേറെ കുട്ടികളും മുതിർന്നവരുമുണ്ട്. വയനാട്ടിൽ വന്നതിനു ശേഷമുള്ള ഫാദർ വിമലിന്റെ രചനകളിൽ വയനാടൻ പ്രകൃതി വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. അങ്കമാലി കോക്കുന്നു കല്ലൂക്കാരൻ വർഗീസ് മേരി ദമ്പതികളുടെ മകനായ ഫാദർ വിമൽ 2015 തിരുപ്പട്ടം സ്വീകരിച്ചത്. ഷെക്കേന ന്യൂസ് ബ്യൂറോ, വയനാട്.